നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്ന വിഷയം, നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ നമ്മളിലേക്ക് ആകർഷിക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും പറ്റും. നമ്മളിലേക്ക് ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അവരുടെ മനസ്സ് നമ്മളിലേക്ക് ആകർഷിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. മനസ്സ് ആകർഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് അവർ നമ്മളുടെ ജീവിതത്തിലേക്ക് വരും. കാരണം നമ്മൾ ഇഷ്ടപ്പെടും. അപ്പോൾ അതോടുകൂടി നമ്മളുടെ ജീവിതത്തിലോട്ട് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് ആകർഷിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കാര്യം നടക്കും. കാരണം ഇപ്പോൾ പല വ്യക്തികൾക്കും പല ആളുകളോടും നമുക്കൊരു സ്നേഹം തോന്നും. ആ വ്യക്തിയോടൊരു പ്രത്യേക ഇഷ്ടം, അവർ നമ്മുടെ കൂടെ ജീവിച്ചാൽ കൊള്ളാൻ തോന്നും. അല്ലെങ്കിൽ നമ്മൾ പല സ്ഥലത്ത് വെച്ച് കാണുന്ന വ്യക്തികളായിരിക്കും. നമുക്കൊരു പ്രത്യേക ഇഷ്ടം അവരോട് തോന്നും. പക്ഷെ അത് തുറന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരിക്കും. അത് കുടുംബപരമായ പ്രശ്നം, അതല്ലെങ്കിൽ ഭയം കൊണ്ട്, അല്ലെങ്കിൽ പറഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നുള്ള ഒരു ചിന്ത, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ. അപ്പോൾ അവരിത് മനസ്സിൽ തന്നെ കൊണ്ട് നടക്കും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് അവർ നമ്മളൊന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് ഉള്ളുകൊണ്ട് തോന്നും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ചെയ്യാവുന്ന കാര്യമാണിത്. അവരുടെ മനസ്സ് നമ്മളിലേക്ക് ആകർഷിച്ച് അടുപ്പിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും അത് പറ്റും. അതുപോലെ തന്നെയാണ് നമ്മളെ കൂടെയുള്ള വ്യക്തിക്ക് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല അവർ നമ്മളോട് പെരുമാറുന്നതെങ്കിൽ അവർ നമ്മളോട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പെരുമാറാനുള്ള വഴിയുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിനും വഴിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഒരുപക്ഷെ വിവാഹമൊക്കെ കഴിഞ്ഞ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരുപാട് സ്നേഹത്തോടു കൂടി ജീവിച്ചിരുന്ന വ്യക്തികളാവും. അതല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പ് പ്രണയിച്ചിരുന്ന വ്യക്തികളാവും. അവർ ആ പ്രണയിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് സ്നേഹം പങ്കുവെക്കുകയും മരിച്ചാൽ പോലും രണ്ടുപേരും വേർപിരിഞ്ഞു പോവില്ല എന്നുള്ളൊരു ചിന്താഗതി വരെ വെച്ച് പുലർത്തി ഒരാളില്ലെങ്കിൽ മറ്റാൾ ആത്മഹത്യ ചെയ്യും എന്നുള്ള രീതിയിൽ വരെ സംസാരിച്ചും അത്രയും ഡീപ്പായൊരു സ്നേഹം ഉണ്ടെന്ന് കരുതിയും ജീവിതം തുടങ്ങിയവരാണ്. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ വളരെ ഹാപ്പി ആയിട്ട് ഒന്നിച്ച് മരണം വരെ ഒരു കുഴപ്പവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ആരും ആരെയും കുറ്റപ്പെടുത്താതെ എല്ലാം ക്ഷമിച്ചും സഹിച്ചും ജീവിക്കാൻ വാക്കുകൊടുത്ത് പരസ്പരം തയ്യാറായ വ്യക്തികളാണ് കുറച്ചു കാലം കഴിഞ്ഞാൽ അടിച്ച് പിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും തല്ലും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം നമ്മൾ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് പ്രണയിക്കുമ്പോൾ, അതല്ലെങ്കിൽ ജീവിതം സ്റ്റാർട്ടിങ്ങിൽ, വിവാഹം കഴിഞ്ഞ സ്റ്റാർട്ടിങ്ങിൽ ഒന്നും ജീവിതത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഇവർക്ക് ഇല്ല എന്നുള്ളതാണ്. അതാർക്കും ഇല്ല എന്നുള്ളതാണ്. പ്രണയിക്കുന്നവർക്ക് തീരെ ഇല്ല. അവർ ചിന്തിക്കുന്ന ആ പ്രണയിക്കുന്ന ആ കാലഘട്ടം പോലെ തന്നെയാണ് എന്നും എന്ന് വിചാരിക്കുന്നു. കാരണം അവർ പ്രണയിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് യാതൊരുവിധ ഉത്തരവാദിത്വത്തിൻ്റെ ആവശ്യങ്ങളും വരുന്നില്ല. കാരണം കുടുംബത്ത് വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ അച്ഛനും അമ്മയുണ്ട്, മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ചുറ്റിലുള്ള ആളുകളുണ്ട്. ഒന്നും ഇവർക്ക് അറിയണ്ട. ഇവർക്ക് ആകെ അറിയേണ്ടത് ഈ പ്രണയിക്കുന്ന വ്യക്തിക്ക് വല്ല ബർത്ത്ഡേ വന്ന് എന്തെങ്കിലും സാധനം വാങ്ങിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു ജ്യൂസ് കടയിൽ നിന്ന് ഒരു ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കുക, വല്ല ചോക്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക, നിസ്സാര ഗിഫ്റ്റുകൾ കൊടുക്കുക. ഇതാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നൊരു കാര്യമുള്ളൂ. ജീവിതത്തിൽ ആവശ്യമുള്ള ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഉത്തരവാദിത്യങ്ങൾ തലയിൽ വന്ന് കയറും. അത് നമ്മൾക്ക് നിറവേറ്റാനുള്ള വഴികളും സാഹചര്യങ്ങളും ഇല്ലെങ്കിൽ അത് നമ്മൾ കണ്ടെത്തേണ്ടി വരും. അത് കണ്ടെത്തണമെങ്കിൽ മാനസികമായി ഒരുപാട് നമ്മൾ വർക്ക് ചെയ്യണം. ചിലപ്പോൾ പല ടെൻഷനും നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോകും. ഇതൊന്നും മനസ്സിലാവാതെയാണ് ഈ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രണയലോകമാണ് എന്നും നിലനിൽക്കാൻ ചിന്തിക്കുന്നു. അങ്ങനെ പ്രണയലോകം നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ അതുമാത്രമല്ല, രണ്ട് സ്വഭാവത്തിലുള്ള വ്യക്തികൾ പ്രണയിക്കുന്നത് പോലല്ല ഒന്നാവുമ്പോൾ. രണ്ട് രീതിയിൽ ജനിച്ചു വളർന്ന വ്യക്തികളാണ് ഒന്നായിത്തീരുന്നത്. അത് രണ്ട് സ്വഭാവമായിരിക്കും. അതെങ്ങനെയും ജോയിൻ്റായി പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് മനസ്സിലാക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ അത് ജോയിൻ്റാക്കി കൊണ്ടുപോകാൻ പറ്റൂ. അല്ലാത്തവരൊക്കെ ഈ പ്രണയത്തിൽ ആ സമയത്ത് പറഞ്ഞത് വീണ്ടും കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിച്ച്, അല്ലെങ്കിൽ അതുമേ വഴക്കുകൂടി മുന്നോട്ട് പോകും. അതിലേതെങ്കിലും ഒരു വ്യക്തിയുടെ തലയിലാവും മുഴുവൻ ഭാരവും, എല്ലാ ഉത്തരവാദിത്തങ്ങളും. ആ വ്യക്തി അത് നിറവേറ്റാൻ വേണ്ടി കിടന്ന് ഓടിപ്പായുന്നതിലിടയ്ക്ക് പൂർണ്ണമായിട്ടും ഇവരെ പണ്ട് പറഞ്ഞ വാഗ്ദാനങ്ങളും മോഹന വാഗ്ദാനം കൊടുത്തതൊന്നും ചിലപ്പോൾ പാലിക്കാൻ പറ്റിയെന്ന് വരില്ല. അല്ലെങ്കിൽ ഡ്യൂട്ടി, ജോലി ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ച് കുടുംബത്തേക്ക് കയറി വരുമ്പോൾ ആ പറഞ്ഞ പോലെ സ്നേഹം പ്രകടിപ്പിക്കാനൊന്നും കഴിഞ്ഞെന്ന് വരില്ല. ചിലപ്പോൾ ജോലി സ്ഥലത്ത് നിന്ന് മനസ്സിന് ഫുൾ ടെൻഷനായിട്ടാവും കയറി വരുന്നത്. അല്ലെങ്കിൽ നാളെ ചെയ്യേണ്ട കാര്യത്തെ ആലോചിച്ച് ടെൻഷനിലായിരിക്കും.
അപ്പോൾ അതിൻ്റെ പേരിൽ ഇവർക്കിത് മാനസികമായി ആ ഒരു സ്നേഹം അപ്പോൾ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നത് എന്നോട് ഇപ്പോൾ പഴയ പോലെ സ്നേഹമില്ല അല്ലെങ്കിൽ അന്ന് പറഞ്ഞ വാക്കുകളൊന്നും പാലിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ രണ്ടുപേരുടെയും മനസ്സുകൾ അകലെയാണ് ചെയ്യുന്നത്. അതകന്ന് പതുക്കെ പിന്നീട് അത് അടുക്കാൻ പറ്റാത്ത രീതിയിലായിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നത്. അത് ഈ റിയൽ ആയ കാര്യം പ്രണയിക്കുന്ന നേരത്തോ ജീവിതം തുടങ്ങുന്ന സമയത്തോ തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ അധികം സംഭവിക്കുന്നത്. അത് കുറച്ച് കാലം ജീവിച്ച് അത് മനസ്സിലായി വരുമ്പോഴേക്ക് ഇവർ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലായിരിക്കും ഇവരുടെ മനസ്സ്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ മനസ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സ് ഇവരിലേക്ക് പരസ്പരം നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ജീവിച്ച് വളരെ ഹാപ്പിയായി സന്തോഷത്തോടു കൂടി ഇവരെ തിരിച്ചു കൊണ്ടുവന്ന് ജീവിക്കാൻ പറ്റും. അതിന് ഞാൻ ഇതിൽ അവസാനം ഒരു വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടും. കൃത്യമായിട്ട് പറഞ്ഞുതരും നിങ്ങൾ എങ്ങനെ ചെയ്യണം, അത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ 100% നിങ്ങൾ രണ്ട് രീതിയിൽ ഒരേ വീട്ടിൽ ജീവിക്കുന്ന വ്യക്തികൾക്കും വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ പഴയ സ്നേഹം തിരിച്ചു കൊണ്ടുവന്ന് യാതൊരുവിധ വെറുപ്പും ദേഷ്യമില്ലാതെ ഉള്ളുകൊണ്ട് തന്നെ സ്നേഹിച്ച് വളരെ സന്തോഷമായിട്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും. അതിന് വേണ്ട കാര്യങ്ങൾ അത് കൃത്യമായിട്ട് അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്ത് ചെയ്താൽ 100% പിന്നെ നിങ്ങളുടെ കുടുംബം സ്വർഗം പോലെ നിങ്ങൾക്ക് കഴിയാൻ പറ്റും. അപ്പോൾ അതിന് തീർച്ചയായിട്ടും നിങ്ങൾ ആ വാട്സപ്പ് നമ്പറിൽ താല്പര്യമുള്ളവർ, അങ്ങനെ ജീവിക്കണം എന്ന ആഗ്രഹം ആത്മാർത്ഥമായുള്ളവർ, ഇപ്പോൾ എല്ലാം ഉള്ള പിണക്കും വിഷമവും അല്ലെങ്കിൽ ചെറിയ അകൽച്ചയും ഒക്കെ മാറി വളരെ ഹാപ്പിയോടുകൂടി എന്നോട് നല്ല സന്തോഷത്തോട് പെരുമാറണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് അതിൽ മെസ്സേജ് ചെയ്യാം. എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മെസ്സേജ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. നമുക്ക് കിട്ടിയ ഒരു ജീവിതം വളരെ നിസ്സാരമായ ജീവിതം നമ്മൾ വളരെ ഹാപ്പിയായി ജീവിക്കേണ്ടതിന് പകരം വഴക്കിട്ടും തല്ലുകൂടിയും ജീവിച്ചിട്ടൊരു കാര്യമില്ല. പുറമെയുള്ളവർ കാണുമ്പോൾ വളരെ ഹാപ്പിയായി ജീവിക്കുന്നെങ്കിലും ഉള്ളിലുള്ള നമുക്കറിയാം. കാരണം നമ്മളിത് ആരോടും പുറത്ത് പറയാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് എല്ലാം അടക്കി ഒതുക്കി ജീവിക്കുന്നു എന്ന് മാത്രം. ഇതെല്ലാവർക്കും ഉള്ളിൽ ആ വിഷമം ഇതൊക്കെ സഹിച്ചുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ പോകുന്നു. അങ്ങനെ പോയാൽ മതിയോ? വളരെ ഹാപ്പിയായി നിങ്ങൾ വേണ്ടേ നിങ്ങൾ മക്കളെല്ലാം പഠിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഹാപ്പിയായി ജീവിക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അതേപോലെ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇതുപോലുള്ള അറിവ് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലുള്ള വിവരങ്ങൾ വരുന്ന വീഡിയോകൾ അടുത്തതിൽ വരും. അപ്പോൾ അത് നിങ്ങൾക്ക് ജീവിതത്തിലൊരു ഉപയോഗപ്രദമായി മാറും. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു അറിവ് കിട്ടും. അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. 100% നിങ്ങളുടെ ജീവിതം വളരെ സക്സസ്ഫുള്ളായി നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നുള്ളത് ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.